വരണം അല്ലെ, നടന്നു വന്നാലേ കാണാൻ പറ്റൂ. നിങ്ങൾക്ക് കാണാം ഒരു വശത്ത് നല്ല രീതിയിലുള്ള തിരക്ക്. ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരുണ്ടാവും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് പ്രാദേശിക അവധിയാണുള്ളത്. സ്കൂളുകളൊക്കെ തന്നെ നേരത്തെ വിട്ടു, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തി. ഇനി മൊത്തത്തിൽ പൊങ്കാല കാലം എന്നൊക്കെ പറയുന്ന പോലെ ഇനിയുള്ള മണിക്കൂറുകൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ് അല്ലെ ഭവ്യ? ഈ തലേദിവസത്തെ ഷോപ്പിംഗ് മസ്റ്റാണ്. ഷോപ്പിംഗിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ചട്ടിങ്കലാണല്ലോ നമുക്ക് വേണ്ടത്. ഇപ്പം ചട്ടിങ്കലാകുമ്പോ തട്ടിമുട്ടിയിരിക്കും. പക്ഷെ ഈ 10 ദിവസമായിട്ട് നമ്മൾ ഈ പൊങ്കാല തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഈ കാണുന്ന ചട്ടിയും കലവും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടുത്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ മറ്റു വരുന്ന ആളുകൾക്ക് ഈ തലേ ദിവസം ഈ തിരക്കൊക്കെ ഒന്ന് കൂടി ഒരു തട്ടമുട്ടൊക്കെ ഒന്ന് കിട്ടി ഒരു ഈ കലമൊക്കെ വാങ്ങാനാണ് ഇഷ്ടം. അതെ, അപ്പൊ ആ കലത്തിന്റെയും ചട്ടിയുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോ ആ ഷോപ്പിംഗ് വിശേഷത്തിലേക്ക് വരാം. അതിനു മുൻപ് ഒരുപാട് പേര് ദേവിയെ കണ്ടെന്ന് തൊഴണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും, അവർക്കും പറ്റാത്തവരുണ്ട്. അപ്പൊ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നമ്മുടെ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് നമ്മുടെ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരി ഉണ്ട്. പ്രശാന്ത് മംഗലശ്ശേരി ഗംഭീര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. വലിയ തിരക്ക്. ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഭവ്യ. തിരക്കെന്ന് പറഞ്ഞാൽ റോഡില് ഇങ്ങോട്ട്, അതായത് ക്ഷേത്രത്തിന് പുറത്തേക്ക് 1 കിലോമീറ്ററോളം ക്യൂ വെളിയിലേക്ക് കിടക്കുകയാണ്. പക്ഷെ അവരെല്ലാവരും തൊഴുത് കഴിഞ്ഞു. രാവിലെ ഞാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഈ പുലച്ചയ്ക്ക് 1 മണി മുതൽ അല്ലെങ്കിൽ 2 മണി മുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വന്ന ആളുകൾ പോലും ആ സമയത്തും എവിടെ എത്തിയിട്ടില്ല, ക്യൂവിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. രാവിലെ ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ അതൊക്കെ മാക്സിമം പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തായാലും ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്പലത്തില് ക്ഷേത്ര നട തുറന്നിരിക്കുകയാണ്. ഇപ്പോ ഒരുപാട് പേര് പൊങ്കാലയ്ക്ക് മുൻപ് ഈ ദേവിയെ കണ്ട് തൊഴുത ശേഷം പൊങ്കാല ഇടാനായിട്ട് പോകുന്നവരുണ്ട്. ഒപ്പം താലപ്പൊലി ഭയങ്കര പ്രത്യേകതയുള്ള, ഭയങ്കര കാണാൻ നല്ല രസമാണ്. കുഞ്ഞു ചെറിയ കുട്ടികൾ, 10 വയസ്സിന് താഴെയുള്ള ചെറിയ പെൺകുട്ടികള് അവർ നന്നായി ഒരുങ്ങി ദേവിയെ തൊഴാനായി ദേവിക്ക് തട്ടം നിവേദിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നേർച്ച നേരുന്ന തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്മ എന്ന് അമ്മച്ചി എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ആറ്റുകാൽ അമ്മ അത്രയും വാത്സല്യമുള്ള ഒരു ദേവിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ആറ്റുകാൽ അമ്മച്ചി എന്ന സിനിമയിലാണ് കേട്ടത്. എന്റെ ആറ്റുകാൽ മനസ്സിലായി ഇത് ശരിക്കും അമ്മ അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്ന അത്രയും സ്നേഹത്തോടെയാണ്. അപ്പം ആ അമ്മയുടെ ഭാവം, ദേവിക്ക് ഓരോ സമയത്ത് ഓരോ ഭാവമാണ്. അപ്പം ഈ പൊങ്കാല സമയത്ത് നമ്മുടെയൊക്കെ അമ്മയാണ്. അപ്പൊ അത്രയും വാത്സല്യത്തോടെയാണ് ഞങ്ങൾ അമ്മ അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊന്നൊന്നുമില്ല, ഭവ്യ തിരുവനന്തപുരംകാരിയായി, മലബാറാണ് ഭവ്യെങ്കിലും ഞങ്ങളുടെ ക്യാമറാമാൻ വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നടു റോഡിലൂടെയാണ്. ഞങ്ങളുടെ അരുൺ പാലോടാണ് ഞങ്ങളുടെ ക്യാമറാമാൻ. പാലോട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കാരണം സ്ത്രീകളുടെ അതെ. അപ്പൊ എന്തായാലും പാലോട് ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ചട്ടിങ്കലം നേരത്തെ പറഞ്ഞില്ലേ, ഈ പല തരത്തിലുള്ള ഇവിടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പല തരത്തിലുള്ള പല അളവിലുള്ള ചട്ടിങ്കലം ഒക്കെ ഉണ്ട്. ഭവ്യ, ഈ ഒരു ചട്ടിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു കലത്തിൽ മാത്രമല്ല പൊങ്കാല എന്ന് പറയുന്നത്. ചില സമയത്ത് നേർച്ചയുള്ളവര് 100 കലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ടെന്ന് ഓർത്ത് നോക്കി. ആ പുകയില് അത്രയും ചൂടില് 100 കലത്തിൽ പൊങ്കാല ഇടണമെങ്കിൽ അത് ഭയങ്കര എഫേർട്ടാണ്. അപ്പൊ അതൊരു നേർച്ചയായിട്ട് ഇടുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കലങ്ങൾ. പിന്നെ 1 കലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ടാവും, 2 കലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ടാവും. അപ്പൊ പൊങ്കാലയുടെ നിവേദ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കുറെ കുട്ടികളൊക്കെ കിട്ടിയിട്ട് നമ്മളെ കാണുമ്പോൾ ഓടുന്നുണ്ട്. പേരെന്താ? രേവതി. എവിടുന്നാ വരുന്നേ? കൊല്ലത്ത് എവിടെയാണ്? ആദ്യമായിട്ടാണോ പൊങ്കാല ഇടാൻ വരുന്നത്? അല്ലല്ല, രണ്ടാമത്തെ വട്ടം. എങ്ങനെയുണ്ട് പൊങ്കാല ഇട്ടിട്ട്? കുഴപ്പമില്ല, ഇഷ്ടമാണ്. നാളെ പൊങ്കാല ഇടണോ? എവിടെ ഇടുന്നേ? ഫിഷറീസിന്റെ അടുത്ത്. എന്തിത്ര നാണിക്കണം നമ്മൾ പരിചയപ്പെട്ടത്. ഇതാണ് ഞങ്ങളുടെ പൊങ്കാല കാഴ്ച. ചൂട്ടും കൊതുമ്പും കൊണ്ട് പോകുന്നത് എവിടുന്നാ? കൊല്ലം. എന്നാ വന്നേ? ഇന്ന് രാവിലെ ആണോ? ഇന്ന് വെളുപ്പിനെ വന്നത്. എല്ലാ തവണയും വരാറുണ്ട്? എല്ലാ വർഷവും വരും. പേരെന്താ ചേച്ചി? മല്ലിക. എത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങള് 10-22 പേര്. ഒരാളുണ്ടല്ലോ, എന്തിനാ ഉള്ളിൽ നിൽക്കുന്നത്? ചേച്ചി എവിടെ ഇടുന്നത്? നമ്മള് ക്ഷേത്രത്തിന്റെ അടുത്താണ്. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ്. ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് പൊങ്കാല ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് എല്ലാവരും ആണ്. ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് അവിടെ ഇടുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് പലർക്കും പറ്റാറില്ല കേട്ടോ. എല്ലാം സെറ്റാക്കിയോ? എല്ലാം സെറ്റാക്കി. ഈ നാളെ പോയി പൊങ്കാല ഇട്ടാ സന്തോഷം. എന്തൊക്കെയാണ് നിവേദ്യം? എന്തൊക്കെ ഇത്തവണ? അട, പാൽപ്പായസം. അടയുള്ളൂ. അട നമ്മൾ അങ്ങനെ സ്ഥിരം കേൾക്കുന്നതല്ല. തെരളി പോലുള്ള അതിനെയാണ് അട എന്ന് പറയുന്നത് കൊല്ലംകാർ. ഓ ശരി, നമ്മൾ അതിന്റെ തെരളിയപ്പം എന്നാ പറയുന്നത്. തെരളിയപ്പം, പിന്നെ പായസം, ഇരട്ടി മധുരം. അതെ, ഇരട്ടി മധുരം. ഇരട്ടി മധുരം. പിന്നെയോ?
പാൽപ്പായസം ഇരട്ടി മധുരം ഇഷ്ടമാണോ ആറ്റുകാലമ്മയ്ക്ക്? ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തവണ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കട്ടെ കേട്ടോ. അപ്പൊ ആശംസ. ശരി, ഞങ്ങൾക്കും കിട്ടിയ അതെ, കോംപ്ലിമെന്റ് കിട്ടിയ സന്തോഷത്തിലാണ് ഭവ്യ. പക്ഷെ ഞങ്ങൾ മാത്രമല്ല പൊങ്കാല വൈബ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കിഴക്കേക്കോട്ടയിൽ നിന്നാണെങ്കിൽ തമ്പാനൂരിൽ നിന്ന് ആര്യയും അനുശ്രീയും ചേരുന്നുണ്ട്. ആര്യ, അനുശ്രീ, അവിടെ എന്താണ് പൊങ്കാല വൈബ് എവിടെ വരെ എത്തി? ഇവിടെ തിരക്ക് കാരണം നടക്കാൻ പറ്റുന്നില്ല ഞങ്ങക്ക്. അശ്വതി, ഭവ്യ, ഗുഡ് ഈവനിങ്. എന്തായാലും നിങ്ങൾ പറഞ്ഞ അതേ അവസ്ഥ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ തിരക്കായിരിക്കും ഇവിടെ. കാരണം അറിയാലോ, ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തിന്റെ നഗര ഹൃദയം എന്ന് പറയുന്നതാണല്ലോ ഈ തമ്പാനൂർ. അവിടേക്ക് ഭക്തരെത്തടയ്ക്ക് ഇവിടെ എല്ലാരും വന്ന് ഇറങ്ങണം. അതെ അതെ, അതാണ് അനുശ്രീ പറഞ്ഞു തന്നെയാണ് കാരണം. ദേ ഞങ്ങളുടെ പുറയിൽ കാണുന്നത് തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങളുടെ വലതു ഭാഗത്തായിട്ട് ബസ് ടെർമിനലും ഉണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആളുകളും പൊങ്കാലയ്ക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തമ്പാനൂർ തൊടാതെ പോകാറില്ല എന്നുള്ളത് ഇവിടെ വന്നിട്ടാണല്ലോ ഇറങ്ങുന്നത്. അപ്പൊ അതിന്റേതായ വലിയ തിരക്കാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഗതാഗത നിയന്ത്രണം ഒക്കെ ഏർപ്പെടുത്തിയാലും ഇന്ന് ഇവിടെ ആ നിയന്ത്രണം പറ്റത്തില്ല. അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ ആൾക്കാർ അതുപോലെ തിരക്കാണ്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാം, ആളുകൾക്കിടയിലൂടെ വാഹനങ്ങൾക്ക് ഇടയിലൂടെ നടക്കാതൊക്കെ പറയുന്നത് അത്രത്തോളം റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നാളെ പൊങ്കാല ഇടാനായിട്ട്. എന്താണെന്ന് പറയട്ടെ, അതായത് സാധാരണ തിരുവനന്തപുരത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സ്ഥലം തമ്പാനൂരാണ്. അതായത് ഇവിടെ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും വടക്കുനിന്നൊക്കെ വരുന്ന ആളുകളാണ്. ട്രെയിനിലും ബസ്സിലും ഒക്കെ വന്നിറങ്ങി ഇവിടെ തന്നെ അടുപ്പ് പിടിച്ച് കലം സ്ഥലം കണ്ടുപിടിക്കുന്ന ആളുകൾ. അതെ, അങ്ങനത്തെ ആണ്. അപ്പം നമുക്ക് ചിലപ്പോ അനുശ്രീയുടെ നാട്ടില് കണ്ണൂർ ചേച്ചിമാരൊക്കെ ഇത്രയും നേരത്തെ വന്നിരിക്കുകയാണ്. ഒരുപാട് ദൂരെ നിന്ന് വന്നിട്ടുള്ളതാവും. അപ്പൊ ഇത്രയും നേരത്തെ ഇവിടെ വന്ന് സീറ്റ് പിടിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഒന്ന് നേരം പുലരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ രാത്രിയാണെങ്കിൽ പോലും ഈ റോഡ് സൈഡിൽ തന്നെ ഇരുന്ന് നേരം പുലർത്തുന്ന ആളുകളാണ് ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഒരുപാട് ഇപ്പൊ തന്നെ സീറ്റ് കാണാം. കരുനാഗപ്പള്ളി എല്ലാ വർഷവും പൊങ്കാല ഇടാണ്. ഇപ്പൊ 4 വർഷമായി. 4 വർഷമായി. ഇനി അതായത് എന്താ ആഗ്രഹം ഇത്തവണത്തെ? അപ്പൊ ഇപ്പൊ ഇവിടെ എങ്ങനെയാ വന്നേ? ബസ്സിലാണോ വന്നിറങ്ങി അതോ ട്രെയിനിൽ വന്നല്ലേ? അപ്പൊ എല്ലാ തവണയും ട്രെയിനിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ അവര് സീറ്റ് പിടിച്ച് അങ്ങ് പൊങ്കാല ഇടും. എല്ലാ തവണയും ഇവിടെ തന്നെ ഇടുന്നേ അല്ലേ? ഒറ്റയ്ക്കാണോ വന്നത്? മോളുമുണ്ട്. അപ്പം അങ്ങനെ പല പല ദേശത്തു നിന്ന് വന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ ഒരു ആതിഥേയത്വം വിളിച്ചോതുന്ന ഒരു കേന്ദ്രം കൂടിയായി മാറുന്നുണ്ട് ഈ സ്ഥലം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ സ്റ്റോള് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. തിരുവനന്തപുരംകാർ എത്രത്തോളം വരുന്ന ആളുകളെ മനോഹരമായി സ്വീകരിക്കും, അവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പും, വെള്ളം നൽകും എന്നുള്ളതൊക്കെ കാണിക്കുക കൂടിയാണ് നമ്മൾ ഈ ദൃശ്യത്തിലൂടെ. അതായത് എന്റെ പിറകിൽ കാണുന്നത് ഇത്തരത്തിൽ ഭക്ഷണം വിളമ്പുന്ന ഒരു ശാലയാണ്. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം, നാളെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഉച്ചയൂട് ഒക്കെ നൽകാറുണ്ട്. അതൊക്കെ ഇവിടെ നടത്തുന്നത് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഓട്ടോ ചേട്ടന്മാരും മറ്റ് തൊഴിലാളികളും കടയുടമകളും എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെയുള്ളത് സാധാരണ നമ്മൾ മതം ജാതി എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഈ പൊങ്കാലയിടത്തപ്പോ ഇവിടെ അതൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതെ അതെ അതെ, അങ്ങനെ മതമോ ജാതിയോ ദേശമോ ഒന്നും നോക്കിയിട്ടല്ല തിരുവനന്തപുരംകാര് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്നേഹം വിളമ്പുന്നത്. അത് ഭക്ഷണത്തിലൂടെയാണ് വിളമ്പുന്നത്. പൊടി വെയിലാണ് അറിയാലോ, ഓരോ വർഷവും കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതെ, ഈ ചൂട് കൂടുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും തിരക്കിന് എന്തെങ്കിലും കുറവുണ്ടോ? കഴിഞ്ഞ വർഷം എത്ര ആൾക്കാർ വന്നോ അതിന് ഇരട്ടി ആൾക്കാരാണ് ഇത്തവണ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള വന്നു ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾ തന്നെ പറയുന്നത്. കാരണം അതുപോലെ തിരക്കാണ് ഓരോ